നിങ്ങൾക്കെല്ലാം എന്നെ കേൾക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. കേൾക്കാം പാസ്റ്റർ, നന്നായി കേൾക്കാം. ഓക്കെ. കർത്താവിന്റെ ദാസി കർത്താവിനെ ആശ്രയിച്ച് ഈ 21 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുകയും കർത്താവിന്റെ വചനത്തെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രിയപ്പെട്ട സിസ്റ്ററിന്റെ കൂടെ ചേർന്ന് ഈ ദിവസങ്ങളായിരിക്കും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ദൈവസന്നിധി ഇരിക്കുന്നതാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് കർത്താവിന് തോന്നിയാൽ കർത്താവ് ഏറെ സംസാരിക്കും, നന്നായി സംസാരിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സംസാരിക്കാൻ. അതുകൊണ്ടാണ് മാർത്തയോടും മറിയത്തോടും കർത്താവ് സംസാരിച്ചത്. ഇതിനകത്ത് ഒരാൾ പറഞ്ഞു, ഗുരു, എന്നെ സഹായിക്കാൻ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഇവളോടൊന്ന് പറയാൻ. കർത്താവിന്റെ മറുപടി, അവൾ നല്ല അംശം തെരഞ്ഞെടുത്തു. എന്താണ് നല്ല അംശം? കർത്താവിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കുന്നതാണ് നല്ല അംശം. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ഒരുപാട് സംസാരിക്കും. നമ്മൾ സംസാരിച്ചു തീർന്നിട്ട് നമ്മൾ ആമേൻ പറഞ്ഞത് അവസാനിക്കും. അതാണ് നമ്മുടെ എല്ലാം പതിവ്. എന്നാൽ ദൈവമക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോശ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ ഹോരേബിലേക്ക് ദൈവം വിളിക്കുമ്പോൾ മോശയെ സംബന്ധിച്ച് മോശയുടെ ദീർഘമായ വർഷങ്ങളുടെ ഭയങ്കരമായ പ്രശ്നങ്ങളെ കുറിച്ച് മോശയ്ക്ക് സംസാരിക്കാനുണ്ട് ദൈവത്തോട്. എത്ര വർഷങ്ങളുടെ ചരിത്രം, എത്ര വർഷങ്ങളുടെ നഷ്ടബോധം, എത്ര വർഷങ്ങളുടെ വെല്ലുവിളികൾ, അദ്ദേഹം കടന്നുപോയ പ്രതിസന്ധികളുടെ നിരവധിയായ കഥകൾ എല്ലാം മോശയ്ക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം മോശയെ വിളിച്ചത് മോശ പറയുന്നത് കേൾക്കാനായിരുന്നില്ല. ദൈവത്തിന് മോശയോട് സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ഞാനത് ഇങ്ങനെ പറയുമ്പോൾ ദൈവങ്ങൾക്ക് തോന്നിയേക്കാം, ഞങ്ങൾ അന്നേരം ദൈവത്തോട് സംസാരിക്കേണ്ടതാണോ? അല്ല. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മൾ സംസാരിക്കാതെ തന്നെ നമ്മളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് അറിയാം. മോശ സംസാരിക്കാതെ മോശയുടെ എല്ലാ ചരിത്രങ്ങളും ദൈവത്തിന് അറിയാം. പക്ഷെ ദൈവം സംസാരിക്കാതെ ദൈവത്തെ കുറിച്ച് ഒരു കാര്യം മോശ അറിയത്തില്ല. അപ്പൊ എന്തുവാ ഈ ദിവസങ്ങളിൽ വേണ്ടുന്നത്? ദൈവം സംസാരിക്കും. ഈ ദൈവം സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു അതിപ്രധാനമായൊരു കാര്യമാണ്. സാമുവേലിനെ ദൈവം വിളിക്കുമ്പോൾ സാമുവേലിന് പോലും അറിയത്തില്ല ഇതാരാ വിളിക്കുന്നത്. ആലയത്തിന്റെ അകത്ത് പെട്ടകത്തിന്റെ അടുത്ത് കിടക്കുമ്പോൾ രാത്രിയിൽ പേരുവിളി വരുന്നപ്പോൾ സാമുവേൽ എന്ന് പറഞ്ഞ ബാലന്റെ ചിന്ത എന്താണെന്നറിയാം? ഏലി വിളിച്ചതെന്നാണ്. ഏലിയാ വിളിക്കുന്നത്. ആരാണ് വിളിക്കുന്നതെന്ന് അറിയുന്നില്ലെങ്കിലും ദൈവം വിളിച്ചു. സർവശക്തനായ ദൈവമാണ്
സാമുവേലിനെ വിളിക്കുന്നതെന്ന് സാമുവേലിന് മനസ്സിലാകുന്നില്ല. പക്ഷെ ദൈവം പറഞ്ഞു, ഞാൻ വിളിക്കും. എന്തിനാ ഞാൻ വിളിക്കുന്നത്? അടുത്ത ഒരു കാലഘട്ടത്തിന്റെ ആത്മതലങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഭയങ്കര തെരഞ്ഞെടുപ്പ് അയാളുടെ മേലുണ്ട്. അതുകൊണ്ടാ ദൈവം വിളിക്കുന്നത്. പക്ഷെ ദൈവം വിളിക്കുമ്പോഴും ദൈവത്തിന്റെ ആ സംസാരമില്ലേ, അത് തുറന്നെടുക്കുന്നതാരെ? അത് തുറന്നെടുക്കുന്നത് സാമുവേല. പക്ഷെ അത് തുറന്നെടുക്കണമെങ്കിൽ ആ തുറന്നെടുക്കുന്ന സൂത്രവാക്യം ഏലി പറഞ്ഞു കൊടുക്കണം. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവം സംസാരിച്ചത് ഏലിയോടാണ്. അപ്പൊ ഏലി എന്ത് പറഞ്ഞു കൊടുത്തു? ഇനി അങ്ങനെ ഉണ്ടായാൽ, ഇനി സാമുവേലേ എന്നൊരു വിളി ഉണ്ടായാൽ നീ ഒരു കാര്യം പറയണം, അടിയനില്ല, അരുളി ചെയ്യണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യം ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചൊരു ചോദ്യം, ദൈവം സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ പറയാത് ദൈവദാസന്മാര് പ്രസംഗിക്കുമ്പോൾ ദൈവമല്ലേ സംസാരിക്കും. അതെ, ദേവദാസന്മാര് ദൈവദാസിമാരെല്ലാം സംസാരിക്കുമ്പോൾ ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മളോട് വ്യക്തിപരമായി ഇടപെടുന്ന ഒരു ദൈവമുണ്ട് ദൈവമക്കളെ. വ്യക്തിപരം. ഉപവസിക്കുമ്പോ ഏറ്റവും കൂടുതൽ സംഭവിക്കേണ്ട ഒരു കാര്യം, ദൈവം സംസാരിക്കണം. എന്നോട് സംസാരിക്കുമോ? അയ്യോ, എന്നോട് സംസാരിക്കുമോ? ഞാൻ ഒത്തിരി കുറവുള്ള ആളല്ലേ? അല്ല, ഞാൻ ഒരുപാട് കുറവുള്ള ആളാണെന്ന് നമ്മൾ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഭക്തിയുടെ ലക്ഷണമായി ചിന്തിക്കരുത്. അത് അവിശ്വാസത്തിന്റെ ഉദാഹരണമാണെന്ന് കൂടെ ചിന്തിക്കണം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞേ? യേശുക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ എന്ന് പറയുന്നൊരു ഭയങ്കര പദവിയാണ്. അതൊരു ചെറിയ കാര്യമല്ല. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വെളിപ്പാടാണ്. നമ്മൾ ആരാ? നമ്മൾ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വർഗത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് ദൈവം നമുക്ക് തന്നെ പുത്രത്വം. അപ്പോസ്തലൻ എന്ന പദവിയേക്കാൾ, പ്രവാചകൻ എന്ന പദവിയേക്കാൾ, സുവിശേഷകൻ എന്ന പദവിയേക്കാൾ, ഇടയൻ എന്ന പദവിയേക്കാൾ, ഉപദേഷ്ടാവ് എന്ന പദവിയേക്കാളും ഉന്നതമാണ് പുത്രത്വം. നമ്മളോട് കർത്താവ് ചോദിക്കുക, അപ്പസ്തോലത്വം എന്ന പദവി വേണോ പുത്രത്വം എന്ന പദവി വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഈ കാലഘട്ടത്തിന്റെ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മൾ പറയാ അപ്പസ്തോലത്വം എന്ന് പറയും. അല്ല, സ്വർഗത്തിന് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ് പുത്രത്വം. അപ്പം ബാക്കിയെല്ലാം ചെറുതാണോ എന്നല്ല. അപ്പസ്തോലൻ, പ്രവാചകൻ, അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇതൊക്കെ ചേർക്കുന്ന ശുശ്രൂഷ സംവിധാനങ്ങളാവല്ല. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പദവി ഏതാണ്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കൾ ആകുവാൻ അവൻ അധികാരം തന്നു.
അപ്പൊ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പദവി. അപ്പൊ ആ പദവിയുടെ വെളിപ്പാടിൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ദിവസങ്ങളിൽ ഒരുപാട് ലേഖനങ്ങൾ എന്തിനാ? ഇത്രയും ലേഖനങ്ങൾ എന്തിനാ? ഒരു സാധാരണ കാര്യം ലേഖനങ്ങളിൽ സംസാരിച്ചിട്ടുണ്ടോ ദൈവം? ഇല്ല. ദൈവത്തിന്റെ ഹൃദയം അങ്ങോട്ട് തരുന്ന. ഇപ്പൊ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധനോട് ദൈവം സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് നിങ്ങൾക്ക് അത് കേൾക്കാൻ ഭയങ്കര താല്പര്യമില്ല. സത്യത്തിൽ നമുക്ക് കേൾക്കാൻ കൊതിയുള്ള എന്താണെന്നറിയാമോ? നമ്മളൊക്കെ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്ന് കേൾക്കണം. നമ്മളുടെ ക്രൈസിസുകളുമായി ബന്ധപ്പെട്ട ചില കാര്യം. എന്തെങ്കിലും ചെയ്യുവോ? ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുവോ? എന്റെ ദൈവമക്കളെ, ദൈവം ഉറപ്പായിട്ട് പ്രവർത്തിക്കും. ദൈവം ഉറപ്പായിട്ട് പ്രവർത്തിക്കുന്ന വെച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധനെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര സ്വപ്നമുണ്ട്. ഒരു വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കും. അപ്പൊ നമ്മൾ ഇതിൽ എവിടെ വരെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? നീതീകരിക്കപ്പെട്ട അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഇനി ദൈവം നമ്മളെ കളയുമോ? ഇല്ല. എന്താ കളയാത്ത? തേജസ്കരണം എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രക്രിയ നടക്കാനുണ്ട് നമ്മളിൽ. അപ്പൊ സംഭവിക്കാനുള്ളതല്ലേ? സംഭവിക്കാനുള്ളതാന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാകത്തില്ല. തേജസ്കരണത്തിന്റെ ചുവടുകളിലാണ് നമ്മൾ. ആമേൻ. ഞാൻ നിങ്ങളല്ല. അപ്പൊ നീതീകരിക്കപ്പെട്ടവ വിശുദ്ധന്റെ ജീവിതത്തിൽ തേജസ്കരണം നടക്കണം. അതുകൊണ്ട് അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്വപ്നം. ഈ തേജസ്കരണം നമ്മൾ വായിച്ചിട്ട് അതിനി സംഭവിക്കാൻ പോകുന്ന ഒരു ഭയങ്കര സത്യമാണ് മാത്രം ശ്രദ്ധിക്കും. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ നിയമിച്ചിരിക്കുന്നു. എന്നിട്ടാ പറഞ്ഞത്, മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവ എന്താ ഈ തേജസ്കരണം? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടണം. ആര്? വിശുദ്ധൻ. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപപ്പെടുന്നു എന്ന് ആദ്യം ആരാ മനസ്സിലാക്കേണ്ടെന്നറിയാമോ? ഞാൻ. എന്നിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അറിയണം.
ഇന്നലകളിലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, പക്ഷെ ഇന്ന് എന്തൊക്കെയോ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് എനിക്ക് മനസ്സിലാകുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മ അഭിഷേകം എന്നിൽ ഭയങ്കരമായി ക്രിയ ചെയ്യും. അന്യഭാഷ പറയുന്നു എന്നല്ല, ദൈവം എൻ്റെ മേൽ പകർന്ന അഭിഷേകം എന്നിൽ ഭയങ്കരമായി പ്രവർത്തന നിരതമാകുന്നു. എന്ത്? ഒരു പുതിയ മനുഷ്യനായി എന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ പുതിയ മനുഷ്യൻ ആരാ? പുത്രന്റെ സ്വരൂപം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം സകലതും നന്മയ്ക്കായി അവർ. ഇവിടെയാണ് നമ്മളെല്ലാം ഒന്ന് നിൽക്കണ്ടായി. മീറ്റിങ്ങുകൾ കുറവാണോ? അല്ല. കൂട്ടായ്മകൾ കുറവാണോ? അല്ല. ഇഷ്ടം പോലെ മീറ്റിംഗ്, ഇഷ്ടം പോലെ കൂട്ടായ്മ, ഇഷ്ടം പോലെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ദൈവങ്ങളോട് ചോദിക്കട്ടെ, ഈ കൂട്ടായ്മയിൽ എന്തോ ഈ ചർച്ച ചെയ്യുന്നത്? പൗലോസിന്റെ ഒരു പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ ഞാൻ സകല മനുഷ്യരെക്കാളും അരിഷ്ടം. അപ്പൊ ഒരു 3-4 കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് അങ്ങ് അവസാനിപ്പിച്ച് നമ്മൾ എഴുന്നേറ്റ് പോവാം. സാമ്പത്തികം, ശാരീരികം, തലമുറ, കുടുംബം, ഭവനം, വാഹനം, ബിസിനസ്. പ്രാർത്ഥിച്ച് നമ്മൾ പിരിയുക. എന്താ സംഭവിക്കുന്നത്? സ്വർഗത്തിലെ ഒരു ഭയങ്കര സ്വപ്നം നമ്മൾ തൊടുന്നില്ല. അതല്ലേ? അപ്പൊ ഇത് പറയാതിരുന്നാൽ ഇത് ജനത്തിന് ആവശ്യമുള്ളതല്ലേ ബ്രദറെ എന്ന് എന്നോട് നിങ്ങൾ ചോദിക്കും. ഇത് ജനത്തിന് ആവശ്യമുള്ളതല്ലേ? അതെ, അതെ. കർത്താവ് എന്താ പറഞ്ഞേ? ആദ്യം എന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അപ്പോൾ ഇതെല്ലാം. നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതാണ് എന്റെ വിശ്വാസം. ഞാൻ ആദ്യം ചോദിച്ചു, എന്തിനാ ഇത്ര ലേഖനങ്ങൾ? ഒരുമാതിരി കാഴ്ചപ്പാടില്ലാത്തവർക്ക് ലേഖനങ്ങളുടെ വായന ഭയങ്കര വിരസത, അറിയാമോ? ഇപ്പൊ നമ്മൾ ബൈബിള് തന്നെ മറ്റു പല ഗ്രന്ഥങ്ങളും വായിച്ചിരിക്കും. തെറ്റാണോ? അല്ല, ശരിയാണ്. പഴയ നിയമം വായിക്കണമെന്നാണോ ബ്രദർ പറയുന്നത്? ഒരിക്കലല്ല. പഴയ നിയമം വായിക്ക്. പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ പഴയ നിയമം വായിക്കണം. വായിക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, വായിക്കണം. യേശു കർത്താവ് പഴയ നിയമത്തിലെ എത്രയോ ഉദ്ധരണികൾ പറഞ്ഞു. പൗലോസ് എത്രയോ പറഞ്ഞു. യൂദ എത്രയോ പറഞ്ഞു. യൂദായുടെ ലേഖനത്തിന്റെ 25 വാക്യങ്ങളിൽ യൂദ മുഴുവനും പറഞ്ഞത് പഴയ നിയമ ചരിത്രങ്ങളാണ്, അല്ലേ? അപ്പൊ എങ്ങനെയാ സംസാരിച്ചേ? പുതിയ നിയമ വെളിപ്പാടിലാണ് ഇതെല്ലാം അവർ സംസാരിച്ചത്. അത് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഉപവാസമായി, ഇപ്പൊ 21, ഇനിയൊന്ന് തീരാറായെന്ന് തോന്നുന്നല്ലേ? തീരാ
ദൈവം ഈ ദിവസങ്ങളിൽ നന്നായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. സത്യം. കാരണം വളരെ ഗൗരവമായ കാര്യങ്ങൾ ഫലമേൽപ്പിക്കാൻ ദൈവം ഒരു കൂട്ടത്തെ തിരയുന്നുണ്ട്. അപ്പൊ ഇന്ന് രാത്രി നമ്മളിത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ഒരു ചലനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ആ കൂട്ടത്തിൽ പെടുത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിലെ ആത്മമനുഷ്യൻ അങ്ങ് ഉണർത്തപ്പെട്ടു പോകുന്നത്. കാരണം നമുക്കിതൊന്നും വേണ്ടാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് സാമ്പത്തികം വേണ്ടാഞ്ഞിട്ടല്ല, ശാരീരിക സൗഖ്യം വേണ്ടാഞ്ഞിട്ടല്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി നടക്കാൻ ആഗ്രഹമില്ല എന്നില്ല. ഇതെല്ലാം നടക്കാൻ ആഗ്രഹമുള്ളവർ തന്നെയാണ് ഞാൻ, നിങ്ങളെല്ലാം. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇതെല്ലാം. കൊലോസ്യ ലേഖനം നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവായ ദൈവം. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനൊരു നിലവാരമില്ലേ? ഇല്ലേ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിനൊരു സംസ്കാരമില്ലേ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് ഒരു ഭാഷയില്ലേ? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിന് ഒരു നടത്തിപ്പില്ലേ? ഇല്ലേ? അപ്പൊ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചവരാണ് നമ്മൾ എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴും നമ്മൾ ആ രാജ്യത്തിന്റെ ചലനത്തിനനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മമണ്ഡലത്തിലില്ല. എഫേസ്യ ലേഖനം 2:6 എന്തോ പറയുന്നറിയാമോ? ക്രിസ്തുവേശുവിൽ തന്റെ വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് അവിടുന്ന് യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. സ്വർഗസ്ഥലങ്ങളിൽ, ആത്മമണ്ഡലത്തിൽ. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ എവിടെ അന്നേരം? വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ ആത്മമണ്ഡലത്തിൽ. ആണ്ടാ കൊലോസ്യ ലേഖനം പറഞ്ഞത്, നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽറ്റിരിക്കുന്നു എങ്കിൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. അപ്പൊ ഈ ദൂതുകൾ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിന്റെ ഒരു കാര്യം അന്വേഷിക്കരുതെന്നാണോ പ്രസംഗം? ഒരിക്കലും അല്ല ദൈവമക്കളെ. സാധാരണ ജീവിതത്തിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്റെ സാധാരണ ജീവിതത്തിന്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവൻ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, ഞങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, ഒന്ന് വചനം കേട്ടപ്പോൾ അത്ഭുതം നടന്നു.
ഒന്ന് ചർച്ചിൽ കയറിയപ്പോൾ അത്ഭുതം നടന്നു, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അത്ഭുതം നടന്നു, ഒരു ദൈവദാസൻ പ്രവചിച്ചപ്പോൾ അത്ഭുതം നടന്നു. സത്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, അത്രയും വേഗതയിൽ എന്താ ഇപ്പൊ ഒരു കാര്യം നടക്കാത്ത? ഇതല്ലേ നമ്മുടെ പ്രശ്നം? ദൈവദാസ, അന്ന് നടന്ന അതേ വേഗതയിൽ ഇപ്പൊ ഒരു കാര്യം നടക്കത്തില്ല. അതെന്താണെന്നറിയാം? ഈ പുസ്തകം രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, വിശ്വസിക്കേണ്ടതിനും വിശ്വാസം ഹേതുവായും. ഒന്ന് വിശ്വസിക്കേണ്ടതിന്, അതായത് നമ്മുടെ എല്ലാം ആദ്യകാലത്ത് നടന്നത്. ഇപ്പൊ നമ്മൾ ആരാ? ഇപ്പൊ നമ്മൾ വിശ്വസിച്ചവരാണ്. ഇനി വിശ്വസിക്കേണ്ടതിനൊരു വിടുതലില്ല. ഇപ്പൊ മിനി സിസ്റ്ററിനോട് പറയുക, മിനി സിസ്റ്ററെ, നിങ്ങൾ വിശ്വസിക്കേണ്ടതിനൊരു വിടുതൽ ഞാൻ തരും, കർത്താവ് പറയില്ല. പിന്നെ എന്താ പറയുന്നത്? വിശ്വസിച്ചാൽ. അതാണ് മാർത്തയോടും മറിയത്തോടും പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ മഹത്വം കാണിക്കുന്നല്ല പറഞ്ഞത്, വിശ്വസിച്ചാൽ. കാരണം നിങ്ങളിൽ വിശ്വാസം ജനിക്കത്തക്ക തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ യേശു കർത്താവുമായിട്ടുള്ള അത്ഭുതകരമായ ബന്ധത്തിൽ നിങ്ങൾക്ക് ലഭ്യമായി. ഇപ്പൊ നിങ്ങൾ ശിശുക്കളല്ല. ഈ പരിശുദ്ധാത്മാവിന്റെ ദുഃഖം എന്താണെന്ന് അറിയാം? എബ്രായ ലേഖനത്തിൽ നിങ്ങൾക്കിപ്പോഴും കട്ടിയായ ആഹാരമല്ല, പാലത്രേ വേണ്ടത്. അടുത്ത വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പാൽ കുടിക്കുന്നവർ നീതിയുടെ വചനത്തിൽ പാൽ കുടിക്കുന്നവരോ നീതിയുടെ വചനം. അപ്പൊ അങ്ങനെ ഒരു വചനമുണ്ട്. നമ്മൾ ഈ പാല് കുടിക്കാൻ ആഗ്രഹിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നീതിയുടെ വചനം. മാനുഷിക പ്രകൃതിക്ക് ഇഷ്ടം ഏതാണെന്നറിയോ? പാല. നമ്മൾ ആരെയും കുറ്റം പറയുകയോ വിമർശിക്കുകയോ ഒന്നുമല്ല, ചെറുതാക്കുകയല്ല. നമ്മൾ ഈ ഗൗരവമായൊരു കാര്യം ധ്യാനിക്കുക. നമ്മളിപ്പോഴും പാല് കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നീതിയുടെ വചനത്തിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലെന്നുള്ളതാണ്. അതിനെ അറിയണമെങ്കിൽ എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നോക്കണം. എന്താണെന്നറിയാമോ? അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, വിശ്വാസം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. കേട്ടോ, എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിലെ ആ വാക്യങ്ങളില്ലേ? മാനസാന്തരം, സ്നാനം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നൊക്കെ ഉള്ളത് അസാധാരണ മെസ്സേജുകളുടെ തലക്കെട്ടാന്ന് ഓർക്കണം. ഭയങ്കര ഡെപ്തുള്ള ദൂതുകളാതെല്ലാം. പക്ഷെ ദൈവാത്മാവ് എന്തോ പറയുന്നത് വിശുദ്ധനോട്? ഇതെല്ലാം അടിസ്ഥാനം. ബുദ്ധിയുള്ള മനുഷ്യൻ വീട് പണിയാൻ മെനക്കെടുമ്പോൾ ഈ വർഷം അടിസ്ഥാനം ഇട്ടു, അടുത്ത വർഷം അടിസ്ഥാനം ഇട്ടു, അടുത്ത വർഷം അടിസ്ഥാനം ഇട്ടു, അതിന്റെ അടുത്ത വർഷം അടിസ്ഥാനം ഇട്ടു, എല്ലാ വർഷവും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കുന്നു.
എല്ലാ വർഷവും അടിസ്ഥാനം ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ സ്വപ്നതുല്യമായ ഒരു ഭവനം ഉയരത്തില്ല. ഇനി ആ വാക്യം ഒന്നുകൂടെ നോക്കി. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, വിശ്വാസം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, കണ്ടോ? അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ വചനം വിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കാം. അതാ ഞാൻ പറഞ്ഞത്, പാൽ കുടിക്കാനാണ് ഇപ്പോഴും ദാഹമെങ്കിൽ നമ്മൾ ഈ ആദ്യ വചനം അടിസ്ഥാനം അതിലാ നിൽക്കുന്നത്. ആ നീതിയുടെ വചനം പരിജ്ഞാന പൂർത്തി എന്ന് പറയുന്ന ആ തലത്തിലോട്ട് നമ്മൾ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആത്മീകമായി വളരുന്നില്ലെന്ന്. തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയാം? അപ്പൊ ഇപ്പൊ രാത്രിയിലത്തെ പ്രസംഗത്തില് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പരാമർശിക്കുന്നതെങ്കിൽ നമ്മുടെ മാനുഷികതയ്ക്ക് ഭയങ്കര സന്തോഷം. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളുടെ മോഹമണ്ഡലത്തിന് ഭയങ്കര സന്തോഷമാണ്. കിട്ടിയോ? ദൈവവചന ശുശ്രൂഷ ഒരു മോട്ടിവേഷൻ അല്ല. അതിനകത്ത് അത് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും, പക്ഷെ അതല്ല. അതിനകത്തൊരു ആവേശമുണ്ടാകുമോ? ഉണ്ടാകും. ഉത്സാഹമുണ്ടാകുമോ? ഉണ്ടാകും. എന്നാൽ അത് ആവേശമോ ഉത്സാഹമോ അല്ല, അതിനപ്പുറം ഒരു ജീവന്റെ പകർച്ചയാണ്. കണ്ട യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഉപവസിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് നമ്മൾ എന്തുവാ കേൾക്കണമെന്നറിയാമോ? കർത്താവിന്റെ ജീവൻ നമ്മിലോട്ട് വ്യാപരിക്കും. കർത്താവിന്റെ ജീവൻ നമ്മളിലോട്ട് വ്യാപരിക്കുമ്പോഴാണ് തേജസ്കരണം എന്ന് പറയുന്ന ഒരു തലം നമ്മുടെ മേൽ തുറക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞ, മിനിസ്റ്റർക്ക് തന്നെ തോന്നണം എവിടെയോ ഒരു പഴയ മിനി അല്ല ഇപ്പോ, എന്തൊക്കെയോ വ്യത്യാസം, എന്തൊക്കെയോ മാറ്റം, എവിടെയൊക്കെ ഭയങ്കര ഗൗരവമായ വ്യതിയാനങ്ങൾ എന്നിലെ ആത്മമനുഷ്യനിൽ നടക്കുന്നു എന്ന് എനിക്ക് ബോധ്യമാകുന്നതിന്റെ പേരാണ് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക. ആ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിലെ ആത്മമനുഷ്യൻ അടുത്ത തേജസ്സിലോട്ട് പോകും. എഫെസ്യലേഖനം പറഞ്ഞത്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടുന്ന പുതുമനുഷ്യൻ. അപ്പൊ ദൈവം ആരെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദൈവം നമ്മളെ എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ദൈവം നമ്മൾ എന്തുവാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ആ പുതുമനുഷ്യനെയാ ദൈവം നോക്കുന്നത്. ഇനി നിങ്ങളെ
പഴയ നിയമത്തിൽ തന്നെ ഒരു വാക്യം ഞാൻ കാണിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17:1-2 നോക്കി. നമുക്കറിയാവുന്ന 1 രാജാക്കന്മാർ 17 എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയില്ലേ ഏതാണ്? ആരെ കുറിച്ചാ? ഏലിയാവ്. ഒന്ന് രാജാക്കന്മാർ 17:1 തുടങ്ങുന്ന എങ്ങനെയാന്ന് നോക്കി. ആദ്യത്തെ വാക്ക് നോക്കി എന്തുവാണ്? 1 രാജാക്കന്മാർ 17:1 ആദ്യത്തെ വാക്ക് കണ്ടോ? എന്നാൽ. അല്ലേ? അല്ലേ? അതെ. എന്തുവാ എന്നാൽ? നമ്മൾ വായിച്ചു വിടുന്നത്. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ് അഹാബിനോട് കണ്ടോ. പക്ഷെ അത് പറഞ്ഞപ്പോ എന്തിനാണ് ഈ എന്നാൽ? യഹോവയുടെ പ്രവാചകന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തിന്റെ യാഗപീഠം തകർന്നു കിടക്കുന്നു. എന്നാൽ ഇസബലിന്റെ മേശയിൽ നിന്ന് ആഹാരം കഴിച്ച് ഇസബലിന് ഇഷ്ടമുള്ളതുപോലെ പ്രവചിക്കുന്ന പ്രവാചകന്മാർ പെരുകുന്ന കാലഘട്ടം. എന്നാൽ ദൈവങ്ങളെ, നമ്മുടെ പേര് അങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ ഈ കാലഘട്ടത്തിൽ? ദൈവത്തിന്റെ സകല പ്രവാചകന്മാരെയും കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവാചകനായി ആത്മമണ്ഡലത്തിൽ ഞാൻ പറയൂ. ജീവനുള്ള ദൈവത്തിന്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ യാഗപീഠം പണിയാൻ വേണ്ടി സമർപ്പിതനായ ഒരാൾ പറയൂ. അഹാബിന്റെ കൊട്ടാരത്തിനകത്ത് ബാലിന്റെയും അഷേരയുടെയും പേരിൽ മാത്രം പ്രവചിച്ച് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഇസബലിനെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് ഒരു കൂട്ടം പ്രവാചകന്മാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇസബലിന്റെ മേശയിലോട്ട് പോകാതെ ബാലിന്റെ അഷേരയുടെ ആനുകൂല്യങ്ങളൊന്നും പറ്റാതെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എന്ന് പറയത്തക്ക തരത്തിൽ ഈ ദിവസങ്ങളിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനാക്കാരനാണോ നിങ്ങൾ? പറയോ? എന്നാൽ പറയോ? കണ്ടോ? എന്നാലെന്ന ഒറ്റ വാക്യത്തിന്റെ അർത്ഥം നോക്കിയത് ഭയങ്കര തകർന്നു കിടക്കുമല്ലേ? ആത്മീക തലം, ആത്മതലം മുഴുവനും ഉടഞ്ഞു കിടക്കുമ്പോൾ ശമരിയിൽ അബ്രഹാമിന്റെ സന്തതികളെന്ന് പറഞ്ഞു നിൽക്കുന്നതിൽ ഒരെണ്ണം ഞാൻ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നു എന്ന് പറയാൻ സമർപ്പണം കാണിക്കാതിരിക്കുമ്പോൾ ഗിലെയാദിൽ നിന്നൊരാൾ വരിക. ആരും കൂടെ ഉണ്ടായിട്ടൊന്നുമല്ല. ആരും കൂടെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ആ പുള്ളി പറയുന്നത്, ഈ ആണ്ടുകളിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ്. അത് മലയാളം. ശരിക്കതിന് ഇംഗ്ലീഷ് ഒന്നുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട്, അതാ പുള്ളി പറയുന്നത്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞ് മഴ പെയ്യുന്നില്ലെന്ന്. ഒന്ന് രാജാക്കന്മാർ 17:1 എന്നാൽ എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേ. എന്നാൽ 17:2 തുടങ്ങണ എങ്ങനെ നോക്കി. ഒരു കൊച്ചു വാക്ക് കിടപ്പുണ്ട് അവിടെ. പിന്നെ കണ്ടോ? മലയാളം കണ്ടോ? എന്താ പിന്നെ?
ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആത്മീക നിലപാടിലേക്ക് എപ്പോൾ ഏലിയാവ് വന്നോ പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. നമ്മൾ ഈ ദൈവശബ്ദം കേൾക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞു തുടങ്ങി. എന്ന് നമുക്കൊരു അരുളപ്പാടില്ലാതെ വന്നാൽ നമുക്ക് പറയാനൊരു എന്നാലില്ല. നമ്മളിങ്ങനെ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ നീന്തുവല്ലേ ഇപ്പൊ. ഒഴുക്കിനെതിരെ ഒന്നും നീന്തുന്നില്ലല്ലോ. ആത്മീയതയുടെ എളുപ്പ വഴിയാ നമ്മൾ നോക്കുന്നത്. എല്ലാരും ഇതാണ് ആത്മീയത എന്ന് പറയുമ്പോൾ നമുക്ക് അതാ ആത്മീയത. എല്ലാരും ഇതാണ് പ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്ക് അതാ പ്രസംഗം. എല്ലാരും ഇതാണ് ഈ കാലഘട്ടത്തിന്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കും അതാണ് സിസ്റ്റം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രെൻഡിന്റെ ഭാഗമാണെന്ന് അർത്ഥം. ഒരു ട്രെൻഡിന്റെ ഭാഗമാകുന്നവന് ദൈവസ്ഥന് നിൽക്കാനൊക്കത്തില്ല. ദൈവസ്ഥനിൽ നിൽക്കുന്നവന് ഒരു ട്രെൻഡിന്റെ ഭാഗമാകാൻ ഒക്കെയില്ല. അതുകൊണ്ടാണ് 17:2 വന്നത്. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്താ കർത്താവ് പറഞ്ഞേ? കർത്താവ് പറഞ്ഞത്, ഈ തലമുറയിൽ എനിക്ക് ഗൗരവമായി നിന്നോട് സംസാരിക്കണം. എന്തുകൊണ്ടാണ് നിന്നോട് ഗൗരവമായി സംസാരിക്കണം എന്ന് ഞാൻ പറയാൻ കാര്യം, നീയാണ് ആത്മമണ്ഡലത്തിൽ സംസാരിച്ചു തുടങ്ങി. ഇനി 17:1 ഒന്നുകൂടെ നോക്കി. വ്യാജപ്രവാചകന്മാർ പ്രവചിച്ച് നിറച്ചു വച്ചിരിക്കുന്ന ആഹാബിന്റെ കൊട്ടാരത്തിന്റെ ആത്മമണ്ഡലത്തിൽ ഒരു സത്യപ്രവചനം അങ്ങോട്ട് റിലീസ് ചെയ്ത മനുഷ്യനാണ് എലിയ. മക്കളെ, ഇതാ ശുശ്രൂഷ കേട്ടോ. അതാ ശുശ്രൂഷ. ഈ ആഹാബിന്റെ കൊട്ടാരത്തിനകത്തെ ആത്മമണ്ഡലം പൊല്യൂട്ടഡാ അല്ലേ? പ്രവചനം ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കൊട്ടാരത്തിൽ ഭയങ്കര പ്രവചന. പക്ഷെ പ്രവചനത്തിന്റെ പിന്നിലാരാന്ന് നോക്കി? ഇസബല്ല. എല്ലാരും ആരെയാ നോക്കി? എല്ലാരും എന്തോ നോക്കി? പ്രവചന നോക്കി. ആ പ്രവചനത്തിന്റെ പിന്നിലാരാന്ന് ആരും നോക്കിയില്ല. അവിടോട്ടാണ് ഏലിയാവെന്ന് പറയുന്ന പ്രാർത്ഥന പുരുഷൻ കയറി വരുന്നത്. അങ്ങേര് പറഞ്ഞത്, ഈ തലമുറയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിൽക്കാൻ ഞാൻ റെഡിയാണ്. അതുകൊണ്ട് ആഹാബേ, ഞാൻ നിന്നോട് പറയുന്നു, ബാലിനെ വെച്ച് മഴ പെയ്യിക്കാമെന്നും അശേരയെ വെച്ച് മഴ പെയ്യിക്കാമെന്നുമുള്ള നിന്റെ വ്യാമോഹങ്ങളുടെ നടുവിൽ ഞാൻ നിന്നോട് പറയുന്നു, മഴ പെയ്യണോ ഞാൻ പറയണം. അതായിരുന്നു ദൂത്. ഞാനൊരു കാര്യം എന്റെ ദൈവമക്കളോട് പ്രസംഗിക്കട്ടെ. ശരിക്കും നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാന്ന് തെളിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനൊരു ഡിവൈൻ സ്റ്റാൻഡേർഡ് ഉണ്ട്. അവിടെയാണ് പ്രശ്നം. അതാ പറയാം, ആ ഒരു ലെവലിൽ നിന്നെ എനിക്ക് കിട്ടുമോ? ഞാൻ പ്രൂവ് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് 1 രാജാക്കന്മാർ 17 കണ്ട്. പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട് നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് യോർദാന്റെ കിഴക്കുള്ള കെരീത്ത് തോടിനരികെ ഒളിച്ചിരിക്കും. ഞാൻ ഒരുപാട് വട്ടം വായിച്ചൊരു വാക്യം, എന്റെ ദൈവമേ, ഒരു കാലഘട്ടത്തിൽ അങ്ങേക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായി വന്ന മനുഷ്യനോട് അങ്ങെന്താ പറഞ്ഞു? ഒളിച്ചിരിക്കാൻ. നിങ്ങൾ ഒളിച്ചിരിക്കുന്ന ആളാണോ ഈ ദിവസങ്ങളിൽ? ഒരു ഭയങ്കര ദൈവപ്രവൃത്തിക്ക് വേണ്ടി എവിടെയോ നിങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു കാലം ഏലിയാവിനെ കുറിച്ച് ആഹാബിന്റെ കൊട്ടാരം ചർച്ച ചെയ്തെന്താന്ന് പറയോ? വമ്പൻ പ്രവചനം നടത്തിയ ആ മനുഷ്യൻ എവിടാന്ന് പോലും അറിയുന്നില്ലെന്ന്. വലിയ പ്രാർത്ഥനാക്കാരനാന്ന് പറഞ്ഞു വന്ന ഒരാളില്ലേ, അയാൾ എവിടാണെന്ന് പോലും അറിയുന്നില്ല. അതെ, നിങ്ങളുടെ പ്രാർത്ഥന ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ അഭിഷേകം ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടും. കർത്താവ് പറഞ്ഞുണ്ടോ? ബാലിന്റെ പ്രവാചകന്മാർ ഒളിച്ചിരിക്കേണ്ട, ഇസബലിന്റെ പ്രവാചകന്മാർ ഒളിച്ചിരിക്കേണ്ട, അശേരയുടെ പ്രവാചകന്മാർ ഒളിച്ചിരിക്കേണ്ട, ജീവനുള്ള ദൈവത്തിന്റെ പ്രവാചകൻ ഒളിച്ചിരിക്കണം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയുണ്ട് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പോ അതിനകത്തൊരു വാക്യം, ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടിരിക്കെ നീ അമ്മയെയും കുഞ്ഞിനെയും ഓടിപ്പോയി. കർത്താവ് പറയാ, നീ ഓടിപ്പോണം. അപ്പൊ ആ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സമർപ്പിതനായ മനുഷ്യൻ ഓടണം. ഞാൻ പറയുന്ന നാൾ വരെ പോയി മിസ്രൈമിൽ പാർക്കാം. നിങ്ങൾ ചോദിക്കുന്നില്ലേ ഈ ദിവസങ്ങളിൽ എത്ര നാൾ? ഞങ്ങൾ ഈ കർത്താവിന് വേണ്ടി നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ജാഗരിച്ചിട്ട് സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴും ഒളിച്ചിരിക്കുകയും ഓടിപ്പോവുകയും എന്തുവാ ഒരു മഴയുടെ മുഴക്കം പോലും കേൾക്കാതെ ഇങ്ങനെ ചോദിക്കുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട ദൈവമക്കളെ. ഈ വചനമില്ലേ, ഈ വചനം സത്യം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും. കർത്താനാസീസ് നേരത്തെ പറഞ്ഞൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ഒത്തിരി വിമർശനങ്ങൾ, ഒത്തിരി ഒരു കാര്യം. നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലേ കാര്യങ്ങൾ. ഇത് കാണാത്ത മനുഷ്യരല്ലേ ഇതെല്ലാം പറയുന്നത്. നമ്മൾ തന്നെ അതിനകത്ത് ബാധപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന ജോസഫും മറിയവും പലായനം ചെയ്യുക. അടുത്ത കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിന്ന ഏലിയാവ് ഒളിക്കാൻ ഓടുക. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളും
ഇതുപോലെ ആയെന്നു വരാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കും. പ്രൊവിഷൻ ഉണ്ടോ? ഉണ്ട്. എവിടെയാണെന്നറിയാം? പരിപൂർണമായി ദൈവശബ്ദത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു ദൈവപൈതലാണ്, ഒരു പ്രാർത്ഥനാക്കാരനാണ് നിങ്ങൾ. പ്രൊവിഷൻ ഉണ്ട്. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ ഏലിയ പ്രവാചകന്റെ, ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ പ്രവാചകന്മാരെ കുറിച്ച് എല്ലാം പറയുമ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസബലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്നവരെന്ന്. അല്ലേ? എന്തിനാ അങ്ങനെ എഴുതി? എപ്പോഴും സുഭിക്ഷമാവര്. പക്ഷെ ഏലിയാവ് പരിമിതിയില്ല കേട്ടോ. എല്ലാ കാലം ഇങ്ങനെയാണ്? ഒരിക്കലല്ല. നിങ്ങളൊരു ഭയങ്കര പ്രിപ്പറേഷൻ, ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു ഭയങ്കരമായ ദൈവപ്രവർത്തിയുടെ മേഘം ഉരുണ്ടുകൂടത്തക്ക തരത്തിലുള്ള ഒരു വമ്പൻ പ്രാർത്ഥനയുടെ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആണ് ഏലിയാവിനോട് പറഞ്ഞത്, നിനക്ക് ഭക്ഷണം തരാൻ ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ആർക്ക്? ഒരു കാലഘട്ടത്തിന്റെ പ്രാർത്ഥനയുടെ ചുമതല ഏറ്റെടുത്തൊരു മനുഷ്യനോട് അവന് ഭക്ഷണം കൊടുക്കാൻ ദൈവം കൽപ്പന ഇടും. ദൈവത്തിന് മനസ്സിലായി ഇവൻ കാലഘട്ടത്തിന് നിയോഗം ഏറ്റെടുക്കുന്നവന്, ഇവൻ പ്രാർത്ഥനാക്കാരനാണ്, ഇവൻ പ്രാർത്ഥന പോരാളിയാണ്, ഇവൻ ദൈവപ്രവർത്തിക്ക് വേണ്ടി കുതിക്കുന്നവനാണ്, ഇവൻ ദൈവത്തിന്റെ മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവനാണ്, ഇവൻ ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവനാണ്, ഇവൻ യാഗപീഠം പണിയാൻ മനസ്സുള്ളവനാണ്, ഇവൻ ദൈവത്തിന്റെ തീ ഇറക്കണമെന്ന് കുതിക്കുന്ന മനുഷ്യനാണ്. അവന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ ദൈവം സന്നദ്ധനാ. ദൈവമക്കളെ, ദൈവം സന്നദ്ധനായ ദൈവമേ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഈ ഒന്നാം ഭാഗം ചർച്ച ചെയ്യാതെ അപ്പവും വെള്ളവും മാത്രം ചർച്ച ചെയ്ത കാര്യം നടക്കത്തില്ലെന്ന് ഈ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഏലിയാവ് എവിടെങ്കിലും പോയിരുന്ന കാക്ക വരികയല്ല. കാക്കയോട് ദൈവം പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിനരികെ. എന്തിന് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്? ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് കാക്കയ്ക്ക് ദൈവം പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലം അതാണ്. അല്ലാതെ ഏലിയാവ് എവിടെങ്കിലും പോയിരുന്നാൽ കാക്ക വരികയില്ല. നമ്മൾ ശരിക്കും ഈ കാലഘട്ടത്തിന്റെ പ്രാർത്ഥനാക്കാരെ ദൈവം ആഗ്രഹിക്കുന്ന പോയിന്റിൽ പ്ലേസ് ചെയ്യുന്നില്ലെന്നാ ഞാൻ ഈ പറയുന്നത്. ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്യാതെ എങ്ങനെയാണ് അവരുടെ പ്രൊവിഷൻ കിട്ടുന്നത്? നിങ്ങളൊരു വാക്യം ഓർക്കുന്നുണ്ടോ? എഫേസ്യ ലേഖനത്തിനകത്ത് ഗൗരവമായൊരു വാക്യം കിടക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് സമയം പറഞ്ഞു പോകും. ദൈവം
ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സഭയിൽ നിയമിച്ചിരിക്കുന്നു. ഇത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അതിനകത്ത് ഒരു വാക്ക് നിങ്ങളെ ഞാൻ ഓർപ്പിക്കാം: വിശുദ്ധന്റെ യഥാസ്ഥാനത്വം. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ആദ്യം പോലെ പറയുന്നത് എന്തുവാ? വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധനെ ആത്മമണ്ഡലത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷകൾ ദൈവസഭയിൽ നടക്കണം. അവൻ യഥാസ്ഥാനപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന കൃത്യം സ്ഥലത്ത് അവൻ വന്നാലേ അവൻ ആ കാക്കയെ കാണാൻ പറ്റത്തുള്ളെന്നാണ്. ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ത്? അപ്പം കൊണ്ടുവരാൻ. മാത്രമല്ല, എവിടെ കൊണ്ടുവരാൻ? ആ സ്ഥലമാണ് ഏലിയാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, നീ അവിടെ പോയിരിക്കാൻ. ഈ കാലഘട്ടത്തിലെ പ്രവാചകനാണ്, പ്രാർത്ഥനാക്കാരനാണ്. പക്ഷെ നീ എന്നെ അനുസരിക്കുന്നെന്ന് പൂർണ്ണമായി ഒന്ന് തെളിയിച്ചാൽ നിഷ്പ്രയാസം അവിടെ എന്റെ കാക്ക വരും. ഇനി ഞാൻ നിങ്ങളെ ഒരു വാക്യം കൂടെ ഓർമ്മിക്കാം. അപ്പൊ നമ്മൾ പറയും, ദേവദാസ, കാലഘട്ടത്തിന്റെ നടുവിൽ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഏലിയാവല്ലേ? നമ്മളല്ലല്ലോ. നമ്മളാണ് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ ആത്മമണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്തയാളാണ്. റോമർ 10:9 നോക്കി. ഉണ്ടോ? റോമർ 10:9 നോക്കി. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിക്കുകയും ചെയ്തുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഈ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. വാഗൊണ്ട് ഏറ്റു പറയണം. ആര് കേൾക്കാൻ? ഈ പലരും പറയുന്നത് എന്റെ ഹൃദയത്തിലെ ചിന്ത ദൈവം അറിയുന്നുണ്ട്, എന്റെ മനസ്സ് ദൈവം അറിയുന്നുണ്ട്, എന്റെ വിചാരം ദൈവം അറിയുന്നുണ്ട്, എന്റെ വിശ്വാസം ദൈവം അറിയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മാത്രം ഇരുന്നാൽ രക്ഷിക്കപ്പെടുമെന്ന് വചനം പറയുന്നില്ല. നിങ്ങൾ അത് പ്രൊക്ലെയിം ചെയ്യണം, നിങ്ങളത് ഡിക്ലെയർ ചെയ്യണം. ആരെ കേൾപ്പിക്കാൻ? അത് ദൈവത്തിന്റെ തത്വം. അത് ഞാൻ പറഞ്ഞത് 1 രാജാക്കന്മാർ 17:1 ഏലിയാവ് ആ കാലഘട്ടത്തിന്റെ ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചവനാണ് വിശുദ്ധൻ. അപ്പൊ ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ആത്മമണ്ഡലത്തിൽ ഒരു കാര്യം പ്രഖ്യാപിച്ച ഏലിയാവിനോട് അടുത്തത് ഇവിടെ ഇരിക്കണമെന്ന് ദൈവം പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ആത്മമണ്ഡലത്തിൽ പ്രഖ്യാപിച്ച നമ്മളോടും ദൈവം പറയുന്നു, നീ ആത്മമണ്ഡലത്തിലിരിക്കും. എഫേസ്യർ 4 വിശുദ്ധൻ യഥാസ്ഥാനപ്പെടണം.
ശുശ്രൂഷയുടെ റിസൾട്ട് എന്തുവാ? യഥാസ്ഥാനത്വം. ദൈവം ആഗ്രഹിക്കുന്ന കൃത്യം സ്ഥലത്തേക്ക് നമ്മൾ വരും. എന്താ ഇതിന്റെ പ്രത്യേകത? അവിടെയാണ് പ്രൊവിഷൻ. ഇനി ഒരു പ്രധാനപ്പെട്ട ദൂതൂടെ പറയണം. എന്തിനാ ഏലിയാവിനെ അങ്ങനെ ഇരുത്തിയേ? ഏലിയാവ് അടുത്ത ഒരു കാലഘട്ടം ദൈവം കൊടുക്കാത്തതൊന്നും കഴിച്ചിട്ടില്ല. അറിയാമോ? അടുത്ത ഒരു കാലഘട്ടം ദൈവം കൊടുക്കാത്തതൊന്നും കുടിച്ചിട്ടില്ല. അടുത്ത ഒരു കാലഘട്ടം ദൈവം പറയാത്തതൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലഘട്ടത്തിന്റെ പ്രാർത്ഥനാ പോരാളി. എന്റെ ചോദ്യം, അങ്ങനെ ആകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ ഇത്രയും ദൂതുകൾ പറഞ്ഞപ്പോ എന്റെ കർത്താവ്, എനിക്ക് അങ്ങനെ ഒന്ന് ആത്മമണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ നിൽക്കാം. സത്യമായിട്ട് എന്റെ ആത്മാവിൽ ഒരു ഭയങ്കര ദാഹമുണ്ട് എന്ന്. അടുത്ത ഒരു ദൂതൂടെ പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കാം. എന്തിനാണ് ഏലിയാവിനെ ഇങ്ങനെ ഇരുത്തുന്നത്? പരമപ്രധാനമായ ഒരു ദൂതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരു ശരീരത്തിന്റെ ഉടമസ്ഥനെ ദൈവത്തിന് വേണം. ദൈവം കൊടുത്തത് കഴിച്ച്, ദൈവം കൊടുത്തത് കുടിച്ച്, ദൈവം പറയുന്നത് മാത്രം കേട്ട്, ദൈവം പറയുന്ന ഇടത്ത് മാത്രം ഇരിക്കുന്ന ഒരു പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തിന് വേണം. ഹല്ലേലൂയ. അസ്മഥാന ശകനപ്രമാന അന്തൽത്തിൻ വനസ്മഥാനയുടെ കരുതലവർത്തിപ്രമാ ദേവാജുതല സധാന വൈഥിന്യസ്വധീന പ്രബോധമഞ്ച പ്രവാദനഘട ദിൽജദാരിക ജനരവനഘടകമനഗന്ധനറിവാന ഘടകവംശരജസ്കമർത്ഥിനി പ്രബോധമസ്യര ജനരവൽക്ക. എന്തിനാ അങ്ങനെ ഒരാളെ വേണ്ടുന്നത്? അങ്ങനെ ഒരാളെ വേണ്ടുന്നത് നാളുകളായി ഇസ്രയേൽ ജനം പാർക്കുന്ന തെരുവിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രഥമുണ്ട്. അതിന്റെ വേഗത ആരും ഇതുവരെ തോൽപ്പിച്ചിട്ടില്ല. ആ രഥത്തിന്റെ വേഗത ആരും മറികടന്നിട്ടില്ല. കണ്ടോ? പക്ഷെ കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, നീ ആ തേരിന്റെ വേഗതയെക്കാളും വേഗത്തിൽ സഞ്ചരിക്കും. ദൂതെന്തുവെന്ന് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ പൈശാചിക ശക്തികൾ സഞ്ചരിക്കുന്ന വേഗതയെക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനെ ദൈവത്തിന് വേണം. അതിനാണ് നിങ്ങളെ ഉപവസിപ്പിക്കുന്നത്. അതിനാ ദൈവം നിങ്ങളോട് പറഞ്ഞത് ഈ ദിവസങ്ങളിൽ വേറിട്ടിരുന്നോളാൻ. ഇങ്ങനെ ഒരു പ്രേരണ നിങ്ങൾക്ക് തന്നെ, അങ്ങനെ നിങ്ങളെ ഒന്ന് മാറ്റിയിരുത്തിയത്. നിങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങൾ കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനീ പറയുന്നത് ദൈവത്തിന്റെ ആവശ്യം പറയുന്നത്.
ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ ഒരു ഭയങ്കര പ്ലാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരാളെ തിരയുന്നുണ്ട് ദൈവത്തിനകത്ത്. നിങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നിങ്ങൾ അങ്ങനെ ഒന്ന് ധ്യാനിച്ചൊന്ന് പ്രാർത്ഥിക്കാനിരുന്നേ, മണിക്കൂറുകൾ പോകും. നിങ്ങളുടെ ഉപവാസം വിരസമാകത്തില്ല. നിങ്ങളുടെ ഉപവാസം നിങ്ങൾ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യും. ഒരു സന്തോഷം. പല കോട്ടകളും ഇടിഞ്ഞ് പോകുന്നത് നിങ്ങൾക്ക് ആത്മാവിൽ മനസ്സിലാക്കാൻ പറ്റും. പല വാതിലുകളും തുറന്നു വരുന്നത് നിങ്ങൾക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റും. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഇന്ന് രാത്രി സൂമിനകത്ത് കയറിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ വ്യക്തികളെയും ദൈവസനയിൽ തരുന്നതാക്കാം. ആത്മമണ്ഡലത്തിൽ അങ്ങ് സഞ്ചരിച്ച് നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ തീ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ വീഴട്ടെ. പുരമന സന്ദരജന പ്രബന്ധന വദനവേഷം ജൽമദാനി സമർജല പ്രവാദനസ്യ രഗജല പ്രബന്ധന വദനസ്യ ജലവർദ്ധിനി വേദവൈഷ പ്രബോധന. ഈ കുഞ്ഞുങ്ങൾ ദീർഘമായ ദിവസങ്ങൾ കൊണ്ടകം അപ്പച്ചന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജാഗരിച്ചിരിക്കുന്നല്ലോ. ഇവരുടെ ജീവിതത്തിന്റെ എന്താവശ്യമാണേലും ഈ ദിവസങ്ങളിൽ യേശു കർത്താവിന്റെ നാമത്തിൽ അത് നിവർത്തിയാവുക. അത്ഭുതത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ തുറന്നു കൊടുക്കും. ദൈവത്തിന്റെ ഭയങ്കര പ്രവൃത്തിയെ യേശു കർത്താവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ തുറന്നു കൊടുക്കുകയാണ്. ഒരു ഭയങ്കര വിടുതലിനെ യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ തുറന്നു കൊടുക്കുന്നു. ഒരു ഭയങ്കര അഭിഷേകത്തെ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ തുറന്നു കൊടുക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിലുള്ള ആത്മാവിന്റെ ശക്തി ഇവരുടെ മൺകൂടാരങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കണം. അത്ഭുതം. സൗഖ്യമാകേണ്ടവരെല്ലാം സൗഖ്യമാകട്ടെ. ശരീരങ്ങൾ, മനസ്സുകളെല്ലാം സൗഖ്യമാകട്ടെ. ധൈര്യം കിട്ടട്ടെ, പ്രത്യാശ കിട്ടട്ടെ, വിശ്വാസം കിട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ആത്മബലം ഉണ്ടാകട്ടെ. കർത്താവിന് വിടുതൽ കൽപ്പിക്കുന്നത് കൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ദൈവങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. ആമേൻ. നമ്മള് ദേവദാസനോട് ഞാൻ ഉപവാസം എന്തിനാണെന്ന് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് തന്നെ വേറിട്ടിരിക്കണമെന്ന് പറഞ്ഞ് എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആഗ്രഹമായി. അപ്പൊ ദൈവത്തിന് വേണ്ടി ചിലരെ വേർതിരിക്കണം, കർത്താവിന് വേണ്ടി സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് കർത്താവ് കൃത്യം എന്നോട് സംസാരിച്ച് ഞാൻ ഇരുന്നതാണ് ഈ ഉപവാസം. ഹല്ലേലൂയ. ദേവദാസന്റെ വായിന്ന് അത് തന്നെ നമ്മൾ കേട്ട് ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറയാം, കർത്താവ് പരിശുദ്ധാത്മാവ് ആണ് നമ്മുടെ ഇടയിലെല്ലാം. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് കടന്നു വരുന്ന ഓരോരുത്തരുടെയും കൃത്യമായി നമ്മളോട് സംസാരിക്കും. ഓരോ ദിവസവും നമ്മൾ ഇടപെട്ട് ഇന്ന് 19ാമത്തെ ദിവസവും കർത്താവിന്റെ ദാസന് ഒത്തിരി നന്ദി, സ്നേഹവും. കാരണം ഈ ദിവസം എനിക്കറിയാം സൂം മീറ്റിങ്ങിലൊന്നും പാസ്റ്റർ ചെയ്യാറില്ല. പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ദൈവത്തിന്റെ വചനം ഞങ്ങളോട് സംസാരിച്ചതിനായത് ഞങ്ങൾ ദൈവീയ ആലോചനയായി തന്നെ ഏറ്റെടുക്കുകയാണ്. കർത്താവ് എലിയാവ് പറഞ്ഞ പോലെ ദൈവം അക്ഷരാർത്ഥം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇരിക്കാൻ പറയുന്നിടത്ത് ഇരുന്നാൽ ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടാവും, ദൈവത്തിന്റെ ശബ്ദവും കേൾക്കാം. ഈ ദിവസങ്ങൾ അങ്ങനെ ഞങ്ങളെ ഇരുത്തുന്നതിനായി ഒത്തിരി നന്ദി. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാനായിട്ട്
രാജി സിസ്റ്റർ പ്രാർത്ഥന. ഹല്ലേലൂയ. ഓക്കെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ജീസസ്. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ കേട്ട വചനം ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ വിളിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ശബ്ദം കേട്ട കർത്താവ് ദൈവം തരുന്ന ഭക്ഷണം കഴിച്ച് അങ്ങനെ വേർപെട്ട് കർത്താവിന്റെ ഹല്ലേലൂയ പദ്ധതിക്കായിട്ട് വേർതിരിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇന്ന് കേട്ട ദൂതിന് ഞങ്ങൾ സമർപ്പിച്ചു തരുന്നു കർത്താവേ. യെസ് ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആരൊക്കെ അങ്ങനെ സമർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു കർത്താവെ അവരെ എല്ലാം കർത്താവ് കയ്യിൽ ഏൽപ്പിക്കുന്നു എന്റെ യേശുവപ്പ. റബല കറബല റിബനെ കറാക്ക മന കസിക്കുനു കുറുദിനി ദിബി കറബല റബ. യെസ് ലോർഡ് ജീസസ്. ഈ കാലഘട്ടത്തിലെ ശബ്ദമായി തീരുവാൻ ദൈവത്തിന്റെ ശബ്ദമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ കർത്താവെ. അങ്ങനെ വേർതിരിച്ച് വിളിക്കപ്പെട്ട് ദൈവത്തിന്റെ ശബ്ദമായി ഹല്ലേലൂയ ആഹാബിന്റെ രഥത്തിന് മുമ്പേ ഓടിക്കേറുവാൻ തക്കവണ്ണമുള്ള ശക്തി പ്രാപിച്ച് ഓടുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ശക്തി, അത്യന്ത ശക്തി ഞങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് ജീസസ് ഫാദർ. കർത്താവെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വിളിയിൽ നിൽക്കുവാൻ ഹല്ലേലൂയ യഥാസ്ഥാനപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റബനക റബല റിബല റബ. കർത്താവെ ഞങ്ങളെ അവിടെ ആ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നുവെങ്കിൽ കർത്താവെ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി അങ്ങനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കേണ്ടതിന് ഞങ്ങളെ ആക്കിയിരിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നടപ്പുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. റബാക്കല റബാറ. കർത്താവെ ഇന്ന് ഞങ്ങളോട് വചനം ശുശ്രൂഷിച്ച ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ മിനിസ്ട്രി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ കുടുംബത്തെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വചനം എല്ലാവരുടെയും ഉള്ളിൽ ജീവനായി സമൃദ്ധിയായ ജീവനായി ഒഴുക്കി വരേണ്ടതിന് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ് ജീസസ് ഫാദർ. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇന്ന് കേട്ട വചനം കർത്താവ് അത് ഞങ്ങളിൽ മാനിഫെസ്റ്റ് ആയി ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ആക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു രാജി സിസ്റ്റർ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. പിതാവാം ദൈവത്തിന്റെ സ്നേഹം പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹിതം നമ്മളോട് വചന ദൈവദാസനോടും കർത്താവെ ഹാലേ ഭൂമിയിലെ സകല വിശുദ്ധന്മാരും കൂടി വന്ന എല്ലാവരും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടാകുമാറായിട്ട്. ആമേൻ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം.